വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം മാളയിൽ പുനരാരംഭിച്ചു. അതീവ പോലീസ് സുരക്ഷയിലാണ് കലോത്സവം നടത്തുന്നത്. അതിനിടെ നേരത്തെയുണ്ടായ സംഘർഷത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിലെ പ്രതിയായ SFI നേതാവ് കലോത്സവ വേദിയിലെത്തി. പ്രതി അഷ്റഫിനെ KSU പ്രവർത്തകർ തടഞ്ഞുവെച്ചതോടെ ഓടി രക്ഷപ്പെട്ടു. ഈ വാർത്ത ഇനി നമ്മൾക്ക് കാണാം. ഈ വാർത്തയ്ക്ക് ശേഷം പ്രിയ കേരളം എന്ന പരിപാടിയായിരിക്കും. അതിനുശേഷം 7 മണിക്ക് ഇന്നത്തെ വിപുലമായ എല്ലാ വാർത്തകളും ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്ത നമ്മൾക്ക് കാണാം. ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണാം. നേരത്തെയുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ആ കേസിൽ 6ാം പ്രതിയാണ് അഷ്റഫ്. പ്രതികൾ ഒളിവിൽ കഴിയുന്നത് കാരണം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന പോലീസ് വാദങ്ങൾക്കിടെയാണ് അഷ്റഫ് കലോത്സവ വേദിയിലെത്തിയത്. ഇതോടെ KSU പ്രവർത്തകർ അഷ്റഫിനെ തടഞ്ഞുവെച്ച് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി പിടികൂടുന്നതിന് മുൻപേ അഷ്റഫ് കലോത്സവ വേദിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. നേരത്തെയുണ്ടായ സംഘർഷത്തിൽ പ്രതികളായവർ കലോത്സവത്തിന് എത്തരുതെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലംഘിച്ചാണ് SFI നേതാവ് കലോത്സവ വേദിയിലെത്തിയത്. 300-ലധികം വരുന്ന പോലീസുകാരാണ് കലോത്സവത്തിന് സുരക്ഷയൊരുക്കുന്നത്. മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനകൾക്ക് ശേഷമാണ് കലോത്സവ വേദിയിലേക്ക് ഓരോരുത്തരെയും കടത്തിവിടുന്നത്. കലോത്സവം നാളെ സമാപിക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.